പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും നമ്മൾ വളരെ ഹാപ്പിയാണ്. വേറൊന്നല്ല, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ NJK ഫാമിലിയിലുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. NJK ആണോ ചെങ്സ്റ്റോക്ക് ആണോ അറിയില്ല, പക്ഷേ നമ്മൾ അറിയുന്ന ഒരാളെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളുടെ മാസ്ക് ഇല്ലാണ്ട് പോകുന്നത്. എനിക്ക് അതുകൊണ്ടാണോ ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് പോയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ കണ്ടത്. ആൽബർട്ട് എന്നായിരുന്നു ആ ബ്രോയുടെ പേര്. പക്ഷെ നമ്മൾ പ്രത്യേക സാഹചര്യത്തില് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായത് കൊണ്ടിട്ട് അധികം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതൊക്കെയോ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു കേട്ടോ, പക്ഷെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പേയ്മെന്റ് ചെയ്യുന്നതിന്റെ സംഭവത്തിന് തിരക്കിലായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ അടുത്ത് തന്നെ ഇനിയും മീറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇനിയും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുള്ളൊരു സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും എന്താ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വരവായിരുന്നു ആ പെട്രോൾ പമ്പിലേക്ക്. അവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. എന്തായാലും നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ധനുഷിന്റെ പൊല്ലാതവൻ മൂവിയിലെ ആ നെക്സ്റ്റ് സോങ് ആണ്. എങ്കിലും എപ്പോഴും ആണ് സോങ്. ഞാൻ കുറെ വട്ടം ഈ ഒരു സോങ് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പേഴ്സണലി ഞാൻ ഇതിന്റെ വിഷ്വൽ സംഭവങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. ഞാൻ ഈ പാട്ട് പഴയ പാട്ടാണ് കേട്ടതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ പാട്ട് ഇനി വേറെ ഉണ്ടായിരുന്നോ ഡൗട്ടും ഉണ്ട്, അറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് രജനി സാറിന്റെയും പൊല്ലാതെ വന്നിട്ടൊരു മൂവി ഉണ്ട്. ഇനി പാട്ടിന്റെ ഒരു ഫീലും അങ്ങനെയാണ്, പഴയ പാട്ടിന്റെ ഒരു ഫീലാണ്. ഞാൻ റേഡിയോയിലോ അങ്ങനെ FM-ലോ അങ്ങനെ എന്തൊക്കെയോ കേട്ടേക്കുന്നത്. അപ്പൊ ഈ പുതിയതാണോ പഴയതാണോ എന്നറിയില്ല, എനിക്കും അറിയില്ല. എനിക്ക് എപ്പോഴാണ് കേട്ടേക്കുന്നത് ആ ഒരു ട്യൂണ്. പ്രത്യേകിച്ച് SPB സാറിന്റെ സൗണ്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ സോങ്, ഈ സിനിമയിലുള്ള സോങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ. നമുക്ക് എന്തായാലും നേരത്തെ തുടങ്ങിയാലോ? റെഡി അല്ലേ? യെസ്. ക്ലാസിക് സോങ് പറയുന്നുണ്ട്.
അത് മീനിങ് ഒക്കെ ഭയങ്കര സംഭവം കേട്ടില്ലല്ലോ, കത്തിയില്ലല്ലോ, കത്തിയില്ലല്ലോ. അതെനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കത്തില്ല, സ്പെഷ്യലായിട്ട് എടുത്ത് പറയാറുണ്ട് ആളുകള്. സംഭവം മീനിങ് ഒക്കെ ഒരു രക്ഷയില്ലാടാ. അയ്യോ എനിക്ക് അധികം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 1-2 സംഭവങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ലിറിക്സിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയണ്ട, ഞാൻ കേട്ടേക്കുന്ന ഇതല്ല കേട്ടോ സംഭവം, പഴയതാണ്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില് എന്റെ ഗ്രാൻഡ് ഫാദർ ഒഴിച്ചിട്ട് ബാക്കി ആർക്കും മൂവിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ ഗ്രാൻഡ് ഫാദറിന് നമ്മളെ MGR സാറിന്റെയും എന്താ പറയാ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ അത് മാത്രല്ല ഈ ഒരു സോങ് കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയതാ തോന്നുന്നു, കാരണം ഈ ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ക്ലാസിക് കൊണ്ടുവരുന്ന സാധനം പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ പണ്ടത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദർ മാത്രമേ തമിഴ് സിനിമ കാണുള്ളൂ, വേറെ ആരും സിനിമ ഒന്നും കാണില്ല, വേറെ ആർക്കൊന്നും ഇഷ്ടമെന്നല്ല അത്ര. അപ്പോ ഇദ്ദേഹം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉച്ചയ്ക്കായിരിക്കും എനിക്ക് തോന്നുന്നത് സൺ TV-യിൽ തമിഴ് മല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വരുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ അതൊക്കെ ഞാൻ ഇങ്ങനെ വിളിഞ്ഞിരുന്ന് കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. ആ ഒരു നൊസ്റ്റാൾജിയിലോട്ട് ശരിക്കും ഈ ഒരു സോങ്ങിനെ കൊണ്ടുപോയി. ഈ പാട്ട് ഞാൻ ആ സമയത്തൊക്കെ കേട്ടിട്ട് ഈ അമ്പലപ്പറമ്പിലൊക്കെ ഗാനമേള സമയത്തൊക്കെ ഇതിന്റെ പഴയ വേർഷൻ കേൾക്കാറുണ്ട്. അതന്നെ ഞാനും കേട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംഭവമാണ്. പക്ഷെ ഈ പുതിയ സാധനം നമ്മൾ അധികം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ. പുതിയതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ യോഗി എന്നൊരു റാപ്പർ ഭയങ്കരമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട് സാധനം. അത് മാത്രല്ല ശരിക്കും ഇതിലെ ഹീറോയിൻ പേരെന്തായിരുന്നു? ദിവ്യ സ്പന്ദന എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഭയങ്കര എക്സ്പ്രഷൻ. ഈ പുള്ളിക്കാരത്തെ ഞാൻ ആദ്യം മൂവീസ് കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുള്ളിനെ കാണുന്ന നോർമൽ മൂവിയിൽ കുറച്ച് എന്താ പറയാ നാടനായതുകൊണ്ട് നമുക്ക് അത്ര കിട്ടില്ല. പക്ഷെ ഈ ഒരു സോങ്ങിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹോട്ട് ലുക്ക്, നല്ല രസം കാണാനായിട്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. കാണാനായിട്ട് എന്താ പറയാ നല്ലൊരു എക്സ്പ്രഷൻ ഒക്കെ ഫേസിൽ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അതും ആ മ്യൂസിക്കിന്റെ ആ സാധനമില്ലേ അതിന്റെ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. ധനുഷ് വേറല്ലോ, മനസ്സിലാവുന്നില്ല ധനുഷിനെ കാണുമ്പോ ധനുഷ് ആണെന്നുള്ള. പെട്ടെന്ന് SG സൂര്യയുടെ ഒരു ലുക്ക് ഒക്കെ ഇല്ലേ എവിടെ? SG സൂര്യൻ ഏതോ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. രാഘവ ലോറൻസ് ഇല്ല SG സൂര്യ എവിടെയോ രാഘവ ലോറൻസിന് മറ്റേ പാട്ടില്ലേ ഏതായിരുന്നു, മറ്റേ ഒരു സോങ് കാഞ്ചനയിലെയോ ഏതാ പാട്ട് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു പാട്ടിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കിട്ട് വരുന്നില്ലേ, അതുപോലത്തെ ലുക്ക് തോന്നിയിരുന്നു. അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ കാഞ്ചന അത്ര ഞാൻ കണ്ടിട്ടില്ല, അതാണത് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും രക്ഷയില്ല. നിങ്ങളെ ഈ സോങ് മീനിങ് വേണ്ട പറയാന്ന് മീനിങ് ഈ സോങ് എന്തായാലും എത്രത്തോളം എൻജോയ് ചെയ്തോളൂ നിങ്ങൾ പറയാം. നമ്മൾ എൻജോയ് ചെയ്ത പോലെ തന്നെ. അടുത്ത സീനിൽ കാണാം. ഇനി ട്രാക്ക് മാറി, കാരണം വില്ലൻ കിഷോർ അദ്ദേഹത്തിന്റെ ബ്രദർ 2 വ്യക്തികളുടെയും രംഗപ്രവേശനം കഴിഞ്ഞു. ഇവര് തമ്മിൽ തന്നെയാണ് ഇവിടെ കൊമ്പ് പുറത്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് ചെറിയ സാധനങ്ങൾ വരാൻ പോകുന്നത്, എന്താ ടെസ്റ്റ് വരാൻ പോകുന്നത് നമുക്ക് നോക്കുന്നത്. ഏകദേശം അവരുടെ ലവ് ഒക്കെ സെറ്റായി. നമുക്ക് നോക്കാം അടുത്ത സീൻ എന്താ വരുന്നത്. അത്രയുള്ളൂ.